ഹലോ, ഒരു കാര്യം ആദ്യം തന്നെ പറയാനുണ്ട്. ഇത് റീപോസ്റ്റ് ആണ്. മറ്റേ വീഡിയോ ആദ്യം ഞാൻ ഇട്ട വീഡിയോ ഡിലീറ്റ് ആയതുകൊണ്ടാണ് രണ്ടാമത് ഒന്നുകൂടി പോസ്റ്റ് ചെയ്യുന്നത്. എന്താണെന്നറിയില്ല, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ ഓരോ വർക്കും ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ഡിലീറ്റ് ആയി പോകുമ്പോൾ ഒരു സങ്കടം, ഒരു വിഷമമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ അത് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചത്. ഇന്നലെ ഇട്ട അൾട്ടിമേറ്റ് അഹങ്കാരിയും അതുപോലെ തന്നെ റീപോസ്റ്റ് ചെയ്തതാണ്. ഞാനത് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരൊക്കെ കണ്ടു എന്നൊന്നും എനിക്കറിയില്ല. ഒരുപാട് നല്ല കമൻസും എൻ്റെ കണ്ണിൽ അത്യാവശ്യം നല്ല വ്യൂസൊക്കെ അതിനുണ്ടായിരുന്നു. ഏതായാലും അത് പോയി. അപ്പോൾ സാരമില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നവരാണെങ്കിൽ കണ്ടാൽ മതി. ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല കേട്ടോ. പോരാ, കളക്ഷൻ ഒട്ടുമില്ല. ഓ, കണക്കപ്പിള്ള രാവിലെ തന്നെ കണക്കെടുപ്പ് തുടങ്ങിയോ? നട്ടിലുള്ള ഒരുത്തിയുടെ കയ്യിൽ നിന്ന് നല്ല 4 ഇടി വാങ്ങുമ്പോൾ നിന്റെ ഈ അസുഖം തീർന്നോളും. ഡാഡാ വേണ്ടേ, 4-5 മാസം മുന്നേ വരെ നീയും ഇവിടെ കറ്റക്ക് കൂടെ ഉണ്ടായിരുന്നു എന്ന് ഓർത്താൻ നല്ലത്. വീട്ടുകാർ രാത്രി ഒരുത്തിയുടെ കയ്യിൽ പിടിച്ച് കൊടുത്തത് മുതലല്ലേ നീ ഇത്ര പുണ്യാളനായത്. ഈ ഡയലോഗ്സ് ഒക്കെ പൊന്നുമോന്റെ ഫ്രസ്ട്രേഷൻ ആണെന്ന് നമുക്കറിയില്ലേ. എങ്കിലും ഇല്ലേ, എന്റെ ദയനീയത കണ്ടിട്ടെങ്കിലും നിനക്ക് ഈ പരിപാടി നിർത്തിക്കൂടെടാ. ഞാനും നിലനിർത്തുന്നേ, ഇതെന്റെ ടൈമല്ലേടാ. ഞാനിതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. തെണ്ടി, നിനക്കത് വേണം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവളുടെ വീടും തപ്പി പുറകെ പോവണ്ടാന്ന്. അന്ന് ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ കുറച്ചു നാളൂടെ സിംഗിളായി എന്നെപ്പോലെ വായി നോക്കി നടന്നൂടായിരുന്നോ? പോയ ബുദ്ധി ആന വന്നാലും തിരികെ കിട്ടൂലല്ലോടാ. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? അതിനിപ്പോ നഷ്ടം പറയാനൊന്നുമില്ലല്ലോ. നീ വായി നോക്കിയതിൽ വെച്ച് ഏറ്റവും നല്ലതിനെ തന്നെയല്ലേ കെട്ടി വീട്ടിൽ കൊണ്ടിരുത്തിയത്. ആരെ കെട്ടി വീട്ടിലിരുത്തിയെന്ന്? ഞാൻ അവളെ അല്ല, അവൾ എന്നെയാടാ കെട്ടി വീട്ടിലിരുത്തിയത്. ഫുൾ ടോർച്ചർ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവൾക്ക് ഞാനൊരു ചെണ്ടയാടാ, ചെണ്ട. കോളേജിൽ പോയി വഴക്കുണ്ടാക്കി അതിന്റെ ദേഷ്യം മുഴുവൻ അവൾ എന്റെ മണ്ടയ്ക്കാ തീർക്കുന്നത്. കൂൾ ഡൗൺ മാൻ, കൂൾ ഡൗൺ. ഇതിലും വലുത് എന്തോ വരാനിരുന്നതാന്ന് കരുതി സമാധാനിക്കേ. ഇതിലും വലുതിനി എന്താ? അണുകുമ്പോ എന്റെ പൊന്നളിയാ, 2 മുട്ട പപ്സ് വാങ്ങി തന്ന കലക്കിനൊരു അഡ്വൈസ് തരാം. അറിയാതെ പോലും തൊലി വെളുപ്പ് കണ്ട ഒരുത്തിയുടെയും പിന്നാലെ പോയേക്കല്ലേടാ, മുട്ടൻ പണി കിട്ടും. പൊട്ടാ, നിന്നോടാ വല്ലതും കേൾക്കുന്നുണ്ടോ? ഇല്ലടാ അളിയാ, കാണുന്നുണ്ട്. നീ അത് നോക്കടാ.
എന്റെ അമ്മേ, ആരടാ അത്? ആരായാലെന്താ, അവന്റെ മെയിൻ സ്റ്റേഷൻ തകർന്ന് തരിപ്പനായി. ഇനി ഇതുപോലെ വല്ലതും കാണിക്കാൻ തോന്നുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണും. വാങ്ങിക്കാൻ ചേട്ടനും കാണുമല്ലോ അല്ലേ? ഹൗ ഐ ലൈക്ക് ഇറ്റ്. എന്താടാ, നിന്റെ മെയിൻ സ്റ്റേഷൻ പൊളിക്കാൻ നീ തന്നെ കൊട്ടേഷൻ കൊടുക്കുകയാണോ? പോടാ വധൂരി, എനിക്ക് പ്രാന്തല്ലേ? വിശ്വസിച്ച് അതിനൊക്കെ വടക്കേല സുലോചനയുടെ മോള്. എന്തൊരു ഐശ്വര്യ അതിന്റെ മുഖത്ത്, അടക്കവും ഒതുക്കവും. അതിനെ കണി കണ്ട അന്നത്തെ ദിവസം പിന്നെ നോക്കണ്ട. എന്തേ ആ ദിവസം കലണ്ടറിൽ നിന്ന് മാറിപ്പോവോ, അതോ ഇനി മാഞ്ഞു പോവോ? ഇതിന് മാത്രം ഒരു കുറവും ഇല്ല. ഇത്ര മാത്രം തർക്കുത്തരം നിനക്ക് എവിടുന്നാടാ കിട്ടുന്നത്? തേങ്ങ കൊല. ആകെ കൂടെ 2 ദിവസത്തിനാ ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നത്. അന്നേരം എടുത്തിടും വടക്കേലും തെക്കേലും സന്തതിയുടെ കാര്യം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി വീട്ടിലേക്ക് വരില്ല. വേണ്ടടാ വേണ്ട, അല്ലേലും നിന്നേക്ക് ആർക്കാ വേണ്ടത്? എന്റെ അച്ഛ, ഇതിന് ദിവസം ഇത് തന്നെയാണോ പണി? അവളെ പറഞ്ഞിട്ടും കാര്യമില്ലടാ, നിന്നെ കാണുമ്പോ അറിയാതെ വന്നു പോകുന്നതാ. ഓ, കെട്ടിയോളും ഇനി എനിക്കിത് താങ്ങ്. അച്ഛൻ നോക്കിക്കോ, വടക്കേലെ ഐശ്വര്യായ എന്റെ മുന്നിൽ കണ്ട ഏതെങ്കിലും തോട്ടി കൊണ്ടിട്ട് ഞാൻ. നീ അങ്ങ് ചെല്ലേ. അതൊരു തൊട്ടാവാടിയാണെങ്കിലും മുറ്റിനൊരാങ്ങളെ ഉണ്ട് അതിന്. അവൻ നിന്നെ തോട്ടി കൊണ്ടിടാതിരുന്നാ മതി. അത്രക്ക് സുന്ദരിയാ ആണത്രേ. വായി കൈയിട്ടാ കടിക്കില്ലാന്ന്. തൊട്ടാവാടിയാണ് പോലും. ഓ, ഒന്ന് ചെന്ന് കാണടാ, കണക്കെടുക്കാലോ. പിന്നെ ഒന്ന് പോടാ, എനിക്ക് ആ സാധനത്തിന്റെ കാര്യം കേൾക്കുന്നതേ ഇഷ്ടമല്ല. അവള് കാരണം വീട്ടിൽ ചെന്ന് കയറാൻ സൗകര്യമില്ല. അപ്പൊ തുടങ്ങും കമ്പയറിങ്. അറിയാം നിനക്ക്? പോട്ടടാ, വിട്ടുകളാ. പിന്നെ മറ്റേ പാർട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. സംസ്കൃതി എന്നാ പേര്, നമ്മുടെ ജൂനിയറാ. പൊന്നുമോനെ കിട്ടിയതൊന്നും പോരാല്ലേ? നിന്റെ അപ്പോഴത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചാ ഞാൻ ഇത്ര റിസ്ക് എടുത്തത്. എന്റെ പൊണ്ടാട്ടി അറിഞ്ഞ പച്ചക്ക കത്തിക്ക. ആണോ? താങ്ക്സ് ഡാലിയ. ഓ, അപ്പൊ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. I'm good at sorry, 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 I'm good at sorry, sorry, എക്സ്ക്യൂസ് മീ. യെസ്. അതെ ചേട്ടോ, എനിക്ക് ഈ ചേട്ടനോടൊന്ന് സംസാരിക്കണം. അതിനെന്താ, എനിക്കൊരു കമ്പനി തരാൻ ആളുണ്ടെങ്കിൽ ഞാൻ അങ്ങ് മാറി തന്നോളാം. കമ്പനി അല്ലേ, ഞാൻ തരാം.
ആരത്? ഈശ്വര, നീയോ? എന്തേ ഇനി എന്നെ പോരാന്നുണ്ടോ? നീ എനിക്ക് ധാരാളാ. അങ്ങോട്ട് നടക്ക് മനുഷ്യ. അളിയ, ജീവനുണ്ട്, നാളെ കാണാവേ. പെങ്ങളെ, താങ്ക്സ്. എന്താ തന്റെ ഉദ്ദേശം? നിന്ന് താളം ചവിട്ടണ്ട. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് താൻ എന്റെ പിന്നാലെ നടപ്പാണെന്ന് എനിക്കറിയാം. കോളേജിലെ പഞ്ചാര കുഞ്ചുവല്ലേ, ഡീറ്റെയിൽസ് കിട്ടാനൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അത് ഞാൻ ചുമ്മാതോ? ദേ ചെക്ക, ടൈം പാസിന് പുറകെ നടന്നതാണെന്ന് പറഞ്ഞോ? ഫസ്റ്റ് ടൈം എന്നെ കണ്ടപ്പോ ഞാൻ എടുത്തെന്റെ സ്റ്റേഷൻ ഇടിച്ചു തെറിപ്പിച്ചത് നേരിട്ട് കണ്ടല്ലേ. അതുപോലെ ഒരിക്കൽ കൂടെ ചെയ്യാൻ എനിക്കൊരു മടിയില്ല. നീ ഇതെന്തൊക്കെയാടി പറയുന്നേ? നിനക്ക് ഭ്രാന്താണോടി? അല്പസ്വല്പം ഉണ്ടെന്ന് തന്നെ വെച്ചോ. അന്നേ നിന്നെ സ്കെച്ച് ചെയ്ത് വെച്ചതാ ഞാൻ. അതുകൊണ്ട് നീ എനിക്ക് ഇനി വേറെ വല്ല അവളമാരുടെയും പുറകെ പോയാ നിന്നെ റേപ്പ് ചെയ്തിട്ടായാലും എന്നതാക്കിയിരിക്കും. ഓർത്ത് വെച്ചോ. Anyway, listen everybody. I am Samskruti. From now on, we are lovers. We എന്ന് പറഞ്ഞ me and Vignesh. അപ്പോ ഇനിയും ഇവന്റെ പിറകെ നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാക്ക് ഓഫ്. എന്റെ ഫസ്റ്റ് കിസ്. എന്തിനാടാ പറഞ്ഞിരിക്കുന്നേ? എന്റെ ഗതി നിനക്ക് വന്നല്ലോ നോട്ടിട്ട് ചെറിയ അടുക്കാൻ പറ്റുന്നില്ലടാ. അമ്മേ, ഞാനിപ്പോ വയറ് പൊട്ടിച്ചാകും. അയ്യോ, ആരോടാ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് ചിരിക്ക? അയ്യോ അയ്യോ അയ്യോ. ദേ വിളിക്കണം, ഇതെന്നെയും കൊണ്ടേ പോകും. എടുത്ത് സംസാരിക്കടാ. ഏതായാലും നിങ്ങളൊന്ന് ഉച്ചയ്ക്ക് ലവേഴ്സ് ആയതല്ലേ. ശവത്തി കുത്താതടാ നാറി. നിനക്ക് എന്താ സംസ്കൃതി വേണ്ടത്? നടുരാത്രി എന്നെ എന്തിനാ വിളിക്കുന്നത്? വാതിലോ? ഏത് വാതില്? നീ ഇപ്പൊ നിൽക്കുന്ന നിന്റെ റൂമിന്റെ വാതില്. എന്റെ ദൈവമേ, നീ ബോയ്സ് ഹോസ്റ്റലിന്റെ മതിൽ ചാടിയോടി പിശാശേ. നീ എന്റെ ശവം കണ്ടിട്ടേ പോകുള്ളൂ. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്നെ കാണാൻ. വിളിച്ച ഉടനെ കോൾ എടുക്കണം, ഇല്ലെങ്കിൽ ഞാനിങ്ങ് വരും. ഇത് പൊന്നുമോനൊരു പാഠമായിരിക്കട്ടെ. ചേട്ടൻ ഇവിടെ ഉണ്ടോ? വീട്ടിൽ പോയില്ലേ? ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി. ഇതാണോ കമ്പൈൻ സ്റ്റഡി? വാവ്, അടിപൊളി. എന്താ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഫേസിലെ എക്സ്പ്രഷൻ പോലും ചേഞ്ച് ആവുന്നില്ല. മിണ്ടാണ്ട കുടിയടാ. സൗണ്ട് എല്ലാം കേട്ടാ നമ്മൾ പണി തീർന്നു. ഞാനിത് എവിടാ? മ്യൂസിക്. നീ ഒന്ന് പോയി, ആരെയും കണ്ടാൽ തീർന്നു.
കൊണ്ടുവിടും, അല്ലാതെ ഞാൻ പോവില്ല. നാശം നടക്കും. എന്റെ ദൈവമേ, ആരെങ്കിലും കണ്ടാ തീർന്നു. വിഘ്നേഷ്, നിനക്കെന്നെ ഇഷ്ടമാണല്ലോ അല്ലേ? നാട്ടിൽ രാത്രി 2 മണിക്ക് ഹോസ്റ്റൽ മതിലും ചാടി ഇത്രയും ദൂരം വന്നത് ഇത് ചോദിക്കാനാണോ? ആണെന്ന് കൂട്ടിക്കോ. ഇതറിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് പ്ലാൻ ഉണ്ടാക്കാൻ. എന്ത് പ്ലാൻ? എനിക്ക് വീട്ടിൽ കല്യാണക്കാരൻ പറഞ്ഞോണ്ടിരിക്കുക. നിന്റെ മറുപടി പോലെ ഇരിക്കും ഞാനിനി എന്ത് ചെയ്യണമെന്നും വേണ്ടെന്നും. ഞാൻ നോ എന്ന് പറഞ്ഞാൽ? നീ നോ പറയൂടാ. പറയോ പറയൂന്ന്. എടി, നീ ഇതെന്ത് ഭാവിച്ചാ? നീ എന്നെ ഒന്ന് മനസ്സിലാക്ക് വിഘ്നേഷ്. ഐ ട്രൂലി ലവ് യു. ഈ പാതിരാത്രി ലൈഫ് ഇത്ര റിസ്ക് ആക്കി ഞാൻ നിന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ലൈഫിൽ എത്രമാത്രം ആത്മാർത്ഥത ഉണ്ടെന്ന് നിനക്ക് ഊഹിച്ചൂടെ? ഇനിയും നിന്നെ വിശ്വസിപ്പിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ നാളെ രാവിലെ വീട്ടിലേക്ക് പോകും. നന്നായിട്ട് ആലോചിക്ക്. Then call me. Bye. I'm good at sorry, rat sorry, rat sorry, rat sorry, rat sorry, rat sorry, rat ഇത് നടന്ന നമ്മുടെ ഭാഗ്യായിട്ടാ. ഞാൻ എത്ര നേർച്ച നേർന്നെന്നറിയോ ഇതൊന്ന് നടന്നു കാണാൻ. അവന്റെ റിയാക്ഷൻ കാണുമ്പോ നിന്റെ നേർച്ച വെള്ളത്തിലാവുമല്ലോ എന്നാ എന്റെ സങ്കടം. വാവ്, നിന്റെ വീട് അടിപൊളിയാണല്ലോടാ. അതെ, വാതിൽ തുറക്കുമ്പോ തന്നെ കമ്പാരിസൺ ആവും കേൾക്കുമ്പോ കിളികൾ പറക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോണം. ഓ, പാറിപ്പോയ പിന്നെ പിടിച്ചോണ്ടുവരാൻ ബുദ്ധിമുട്ടാണല്ലോ അല്ലേ? എക്സാക്ട്ലി. വാ, നമുക്ക് അകത്തു പോവാം. നീ നടക്ക്, ഞാൻ കുറച്ച് പിക്സ് എടുക്കട്ടെ. ചേട്ടാ, ദേ അവിടെ എത്തി. അമ്മയുടെ പൊന്നുമോൻ വന്നു. കഴിഞ്ഞ ഒരാഴ്ച വീട്ടിൽ വരാതിരുന്നപ്പോഴേക്കും നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ. എന്ത് തങ്കപ്പെട്ട അമ്മയാടാ നിന്റെ. ഇതുപോലത്തെ അമ്മയാണോടാ നീ കുറ്റം പറഞ്ഞ്? ദൈവകോപം കിട്ടൂടാ പന്നെ നിനക്ക്. ഇതെന്റെ അമ്മയല്ല, എന്റെ അമ്മ എങ്ങനെയല്ല അച്ഛാ. മോനെ, ദാ ബദാം മിൽക്ക. ഇത് കുടിച്ചിട്ട് 2 പേരും പോയി കുളിച്ച് കിടന്നു. അമ്മ അമ്പലത്തിൽ പോയിട്ട് വരാം. ഓക്കെ? ആ പിന്നെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. അമ്മ വന്നിട്ട് പറയാട്ടോ. എനിക്കുള്ള 16ന്റെ പണിയാ വരാൻ പോകുന്നെന്നും ഉള്ളിനാരോ വിരിച്ചു പറയണ പോലെ. ഒന്ന് പോടാ, ഇത്രയും സ്നേഹമുള്ള അമ്മേനെ ഞാൻ ആദ്യമായിട്ട് കാണുക. കുളിക്കാനുള്ള ചൂടുവെള്ളം പോലും ബാത്റൂമിൽ റെഡിയാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആ ഡാ, പിന്നെ ഞാൻ ആ വടക്കേരി കയറിട്ട് വരൂ. ഇനി അതിൻ്റെ ഒരു കുറവ് കൂടി ഉള്ളൂ. അപ്പൊ ഇനി അധികം വൈകാതെ വടക്കമ്പാട്ട് കേൾക്കാം. ഇനി നിനക്ക്
നിനക്കെന്താ വേണ്ടത് സംസ്കൃതി? മര്യാദക്ക് വീട്ടിൽ വന്ന് എന്നെ കൊണ്ടുപോയിക്കോ, ഇല്ലേ നിന്റെ പേരും എഴുതി വെച്ച് ഞാൻ കെട്ടിത്തൂങ്ങും. ഓ, എല്ലാ കുരിശുകൂടെ എന്റെ തലയിലോട്ടാണല്ലോ ഭഗവാനെ. ഇതിന് മാത്രം എന്താ നിനക്കവിടെ പ്രശ്നം? അതെന്തോ ആയിക്കോട്ടെ, ഞാൻ വീടിന് പുറത്ത് നിൽപ്പുണ്ട്. 5 മിനിറ്റ്, അതിനുള്ളിൽ എനിക്ക് നിന്നെ ഇവിടെ കാണണം. എന്റെ ദൈവമേ, നിന്റെ വീട് എവിടാന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എവിടുന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ട് എത്താനാ? തിരിഞ്ഞു നോക്കടാ മരത്തലയാ, നീ വരില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനായിട്ട് ഇറങ്ങിപ്പോന്നു. എങ്ങോട്ട്? ബേബി, എന്റെ ദൈവമേ, ഇവിടെയൊക്കെ വാണവിട്ട പോലെ. ഈ കുരിശ് ഇവിടെ വന്നല്ലോ ദൈവമേ. വൗ, ഫെന്റാസ്റ്റിക്. ഹായ് വിഘ്നേഷ്. ചക്കരേ, എന്റെ ചക്കര എന്നെ ഒരുപാട് മിസ് ചെയ്തോ? പേടിക്കണ്ടാട്ടോ, ഇപ്പൊ ഞാനിങ്ങ് എത്തിയില്ലേ. നിന്റെ തലക്ക് ഓളാണോടി പെണ്ണെ? നീ എങ്ങനെ എന്റെ വീട് കണ്ടുപിടിച്ചു? ഇതൊക്കെ എന്ത്? ആരെയും കാണുന്നതിന് മുമ്പ് തിരിച്ചു പോ. വിനു, ആരടാ അത്? ഏത് പെണ്ണിന്റെ ശബ്ദ അവിടെ കേൾക്കുന്നത്? എന്താടാ ഇതൊക്കെ? അച്ഛാ, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. എന്ത്? കോളേജിൽ വെച്ച് കണ്ട് പരിചയം ഉണ്ടെന്ന് ശരിയാ. ഇവളെന്റെ പുറകെ നടന്ന് എന്നെ വളക്കാൻ നോക്കിയതും സത്യ എന്ന് കരുതി മനസ്സാ വാച ഇത് എനിക്ക് പങ്കില്ല ചാ, പങ്കില്ല. എടി കുട്ടിപ്പിശാശേ, വീട്ടിൽ പോടി. നിന്റെ വീട് എവിടാന്ന് പറ, ഞാൻ കൊണ്ടുവിടാം. ഞാൻ പോവില്ല, എല്ലാം എഴുതി വെച്ചിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നിന്നെയും കെട്ടി നമ്മുടെ കൊച്ചിനെയും കൊണ്ടേ അവിടേക്ക് കാല് കുത്തൂന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ഇപ്പൊ തന്നെ അങ്ങ് ചെന്നാ എന്റെ വില പോവില്ലേ? അതുകൊണ്ട് വാ, നമുക്ക് കല്യാണം കഴിക്കാം, വാടാ. എന്റെ ഭഗവാനെ, ഇതിന്റെ നട്ട് മുഴുവൻ അഴുകി കിടക്കുക. കലികാലം എന്ന് പറയുന്നത് അച്ചട്ടാ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുവോ? എങ്ങനെ നടന്ന പെണ്ണ ചേട്ടാ? ആ പെണ്ണ് ശരിയല്ല. പുറത്തൊക്കെ പഠിക്കണ കുട്ടിയല്ലേ, അതിന്റെ തനി ഗുണം ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്താ കാര്യം? ചേട്ടാ, ഞാൻ അവിടെ ചെന്നപ്പോ സുലോചന ഒരു കത്തും പിടിച്ച് ആകാശം നോക്കി ഒരേ ഇരിപ്പ്. അന്വേഷിച്ചപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത്. അവളുടെ മോൾ ഏതോ പയ്യന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. ആര്? നീ ആരുടെ കാര്യമായി പറയുന്നത്? നമ്മുടെ വടക്കേലെ സുലോചനയുടെ മോള്. അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി വിനുവിന്റെയും അവളുടെയും കാര്യം ചോദിക്കാൻ കയറിയതാ ഞാൻ അവിടെ. എന്നാലും തൊട്ടാവാടി പോലെ ഇരുന്ന കുട്ടിയാ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളെന്താ മനുഷ്യ ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ നിൽക്കുന്നത്? അത്ഭുതം കൊണ്ടാ. ശരിയാ, ഞാനും അന്നേരം ഇതുപോലൊന്ന് നിന്നതാ. അല്ല, ഏതാ മക്കളുടെ കൂടെ വേറൊരു ചെറുക്കൻ? മോന്റെ കൂട്ടുകാരനാ? നിന്റെ മരുമോളാ. മരുമോളോ? വിനു? ഏതാളാടാത്? നിന്നെ ഇന്ന് ഞാൻ പഠിക്കാൻ വിട്ട പഠിച്ചിട്ട് വേണം. അല്ലാതെ ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയാത്ത ഒരെണ്ണത്തിനെയും വിളിച്ച് വീട്ടിൽ വരില്ല വേണ്ടത്. ആരാ അവളത്? ആരാന്ന്? അമ്മേ, എന്റെ ദൈവമേ.
അറിയോ? ഉന്നാര മോനെ, നേരെ കണ്ട നീ തോട്ടി കൊണ്ടിടാൻ വെച്ച പെണ്ണ് തന്നെയാ നിന്റെ കൂടെ കൂടെ ഇവള്. എന്നുവെച്ചാ വടക്കേലെ സുലേഖനയുടെ മോള് സംസ്കൃതി. നോ, ചാത്താമണി, എന്റെ മോളെ ഇനി ഇറക്കി വിടടി. തട്ടിക്കൊണ്ട് വന്നതും പോരാഞ്ഞ് ഒളിപ്പിച്ച് വെച്ചിരിക്ക. അമ്മേ, എന്നെ ആരും തട്ടിക്കൊണ്ട് വന്നതല്ല, ഞാനായിട്ട് ഇറങ്ങി പോന്നതാ. എനിക്കിവനെ ഇഷ്ടാ. ഇവനെ എപ്പോ മുതല്? സ്കൂളിൽ പഠിക്കുന്ന മുതലേ ഇഷ്ടാ. ഇത്ര അടുത്തായിട്ടും ഇവൻ എന്നെ മൈൻഡ് പോലും ചെയ്യാറില്ല. എന്തിന് നേരെ എന്നെ നോക്കിയിട്ട് കൂടിയില്ല. അതാ ഇവൻ പഠിക്കുന്ന കോളേജിൽ തന്നെ ചേർന്നത്. ഓഹോ, എല്ലാം പ്ലാൻഡ് ആയിരുന്നല്ലേ. ടെസ്റ്റ് മിണ്ടാതിരിടാ പന്നി. നിങ്ങളൊക്കെ കൂടെ എനിക്ക് കല്യാണം ആലോചിച്ചുകൊണ്ടല്ലേ എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത്. എനിക്കിവന് മതി. വേറെ ആരെയും ഞാൻ കല്യാണം കഴിക്കൂല. ഇവനെ വേറെ കെട്ടാൻ സമ്മതിക്കൂല. എന്റെ പൊന്നു പെണ്ണെ, നിന്റെ ഇവന്റെയും കാര്യം തന്നെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നത്. നിന്നെ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാ. ഇവൻ നിന്നെ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ എന്ന് കരുതി ദിവസം നിന്റെ കാര്യം വീട്ടിൽ പറഞ്ഞെങ്കിലും ഇവൻ മൈൻഡ് പോലും ചെയ്തില്ല. അതുകൊണ്ടാ നേരെ കല്യാണക്കാരൻ പറയാന്ന് വെച്ചത്. ഇതിപ്പോ ടെസ്റ്റ് ആയല്ലോ. ഈ ഒരു കാര്യം മനസ്സിലുള്ളത് കൊണ്ടാണല്ലേ ഇത്രയും കാലം ഞാൻ ആ വടക്കമ്പാട്ട് മുഴുവൻ നിന്ന് കേട്ടത്. കള്ളൻ കണ്ടുപിടിച്ച്. അതിപ്പോ ലാഭായില്ലേ. ഇനി പെണ്ണ് കാണലോ ആലോചനയോ ഒന്നും വേണ്ടല്ലോ. ആര് പറഞ്ഞു? ഇതേ പെണ്ണെ, വീട്ടിൽ പോയേ. എനിക്കൊന്നും വയ്യ നിന്നെ തലേ ചുമന്നോട് നടക്കാൻ. വടക്കേൽ അഷറായി പരിവാരങ്ങളെ കൂട്ടി ചെന്നാട്ടെ. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. ഞാൻ നിന്നെയും കൊണ്ടേ പോകുന്ന ശബ്ദം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിട്ടേ വിശ്രമിക്കൂ. അച്ഛാ, അമ്മ, നിങ്ങൾ ഡേറ്റ് എടുത്തോ. ഇവൻ എന്റെ കഴുത്തിൽ താലി കെട്ടും. ഞാൻ ഇവനെ കൊണ്ട് കെട്ടിക്കും. വാ ഇങ്ങോട്ട്. എന്നെ വിടടി. അച്ഛാ, അമ്മേ. മിണ്ടാതെ നിക്കടാ അവിടെ. നിനക്കെന്നെ ചുമന്നോണ്ട് നടക്കാൻ വയ്യല്ലേ? എന്നാ അതൊന്ന് കാണുമല്ലോ. ഇനി എന്നെ ശരിക്കും നോക്കിയിട്ട് പറഞ്ഞേ എന്നെ ഇഷ്ടമായില്ലേ എന്ന്. അത് ഗായ്സ്, അറ്റ് ലാസ്റ്റ് അവൾ എന്നെ വീഴ്ത്തി. മതി, വാ നമുക്ക് പോവാം. നോക്കുന്നുണ്ടല്ലേ ഇവൻ എന്റെയാ.